നിങ്ങളുടെ സുഹൃത്തും നിങ്ങളെപ്പോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷീണിച്ച് അവശനായി തന്നെയാണ് വീട്ടിലെത്തുന്നത്. എന്നാൽ നിങ്ങളും അയാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? അയാൾക്ക് വീട്ടിലെത്തിയതിനു ശേഷമുള്ള വൈകുന്നേര സമയം മികച്ച രീതിയിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ ഫ്രഷ് അപ്പ് ആവുകയും അതിനുശേഷം അരമണിക്കൂർ വ്യായാമം ചെയ്യുകയും ചെയ്യുന്നു. ഒരു പുസ്തകത്തിലെ മിനിമം 10 പേജുകളെങ്കിലും വായിക്കുന്നു. 1.5 മണിക്കൂർ പുതിയ ബിസിനസ്സിന് വേണ്ടിയുള്ള പഠനം നടത്തുന്നു. ബാക്കിയുള്ള സമയം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ചിലവഴിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യുന്നതിലൂടെ അയാൾ അയാളുടെ നൈപുണ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് വീട്ടിലെത്തിയതിനു ശേഷം വിശ്രമിക്കുന്നതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇത്തിരി നേരം മൊബൈൽ ഫോൺ നോക്കാനെടുക്കുന്ന നിങ്ങൾക്ക് പിന്നീട് രാത്രി ഒരുപാട് വൈകിയാവും അതിൽ നിന്നൊരു മോചനം ലഭിക്കുക. ഇങ്ങനെ മാസങ്ങളോളം തുടരുന്നുണ്ടാകും. അങ്ങനെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട ഒത്തിരി സമയമാണ് നഷ്ടമാവുക. എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരേ ഒരു ചിന്ത നിങ്ങളുടെ സമയം മുഴുവൻ പാഴാക്കി കളഞ്ഞു എന്നത് മാത്രമായിരിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ വൈകുന്നേരം സമയങ്ങൾ എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാം എന്ന് മനസ്സിലാക്കാം. നമ്പർ 1, ദ സോഷ്യൽ മീഡിയ ട്രാപ്പ്. ഇൻസ്റ്റഗ്രാം ആരംഭിച്ച സമയത്ത് ആളുകൾക്ക് ആദ്യം ലഭിച്ചിരുന്ന നോട്ടിഫിക്കേഷൻ സെലിബ്രിറ്റികളെ ഫോളോ ചെയ്യാനുള്ളതായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ മാസങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഉപയോഗം നിർത്തിപ്പോകുന്നതായി അന്നത്തെ CEO കണ്ടെത്തി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ കണ്ടെത്തിയത് എന്തെന്നാൽ സാധാരണക്കാർക്ക് അവർ ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക്, ഷെയർ തുടങ്ങിയവയൊന്നും ലഭിക്കാത്തതായിരുന്നു. അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സിന് പ്രാധാന്യം നൽകി തുടങ്ങിയത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് അവരുടെ പോസ്റ്റുകൾക്ക് ലൈക്ക്, ഷെയർ തുടങ്ങിയവ ലഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർക്ക് ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുകയും സോഷ്യൽ മീഡിയ അത്രത്തോളം അഡിക്റ്റീവ് ആവുകയും ചെയ്തു. സാധാരണ കൊടുത്തിരുന്നതിൽ നിന്ന് ഇരട്ടിയോളം സമയം ആളുകൾ സോഷ്യൽ മീഡിയയ്ക്കായി നൽകി തുടങ്ങി. നിങ്ങൾക്ക് നിങ്ങളുടെ സായാഹ്നങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യമേ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക. നമ്പർ 2, യൂസ് സെയിം ടൂൾ, മേക്ക് ഇറ്റ് ഒബിയസ്. സ്കൂളുകളിൽ കുട്ടികൾ ജങ്ക് ഫുഡ് അമിതമായി കഴിക്കുന്നതായി അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ സ്കൂളിലെ ക്യാൻറ്റീനിൽ ആരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ണിൽ നേരിട്ട് കാണുന്ന രീതിയിൽ ഉയർത്തിയും ബാക്കിയുള്ളവ വളരെ താഴ്ത്തിയും പ്ലേസ് ചെയ്തു. ഇത് കേൾക്കുന്ന സമയം നമുക്കൊന്നും തോന്നുകയില്ലെങ്കിലും വാസ്തവത്തിൽ ഇതുണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു. കാരണം കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ നല്ല രീതിയിലുള്ള മാറ്റമുണ്ടായി. ഇവിടെ അവർ ചെയ്തത് മറ്റൊന്നുമല്ല, നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകി എന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, പുസ്തകം വായിക്കുന്ന കാര്യമാണെങ്കിൽ ആ പുസ്തകം നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ കണ്ണുകൾ ആ പുസ്തകത്തിൽ പതിക്കുന്ന രീതിയിൽ അത് സൂക്ഷിക്കുക. മറ്റൊരു ഉദാഹരണമായി, നിങ്ങൾ ജിമ്മിലേക്ക് പോകാനായി ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ജിമ്മിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും ചെരുപ്പുകളും അലമാരയുടെ അകത്തല്ല, പകരം നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ പുറത്താണ് സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന പാതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്പർ 3, മേക്ക് ഇറ്റ് ഈസി. ജാപ്പനീസ് പ്രൊഡക്ഷൻ ടെക്നിക്സ്. 1970കളിൽ ജപ്പാനിൽ TV നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങിയ സമയത്ത് അവർ പിന്തുടർന്ന ഒരു മികച്ച രീതിയാണ് അനാവശ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തൊഴിലാളികളുടെ അടുക്കിൽ നിന്ന് മാറ്റുക എന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ജോലി ചെയ്യുന്നതിനായി ഒരൊറ്റ ടൂൾ മാത്രം ആവശ്യമുള്ള വ്യക്തിക്ക് ഒരു ടൂൾ കിറ്റ് മുഴുവനായി നൽകേണ്ട കാര്യമില്ല. പിന്നെ ഒരു വ്യക്തി മാത്രം ഇരുന്ന് ചെയ്യേണ്ട ജോലി ചെയ്യുന്ന സ്ഥലത്ത് 2 കസേര ഇടേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ടേബിളുകൾ തൊട്ടടുത്ത് വെച്ചിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തൊഴിലാളികളുടെ കാര്യക്ഷമതയെ മോശമായി ബാധിക്കുന്ന എല്ലാത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെയും ജാപ്പനീസ് കമ്പനികൾ മാറ്റുവാൻ തീരുമാനിച്ചു. ഇങ്ങനെ ചെയ്തതിലൂടെ അവർക്ക് വലിയ നേട്ടമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. അമേരിക്കയിൽ ഇതുപോലുള്ള കളർ TVകൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് ജപ്പാനിലെ TV നിർമ്മാണ യൂണിറ്റിൽ ഉള്ളതിനേക്കാൾ 5 ഇരട്ടി പ്രശ്നങ്ങളാണ് കാണുവാൻ സാധിച്ചത്. അതുമാത്രമല്ല, ഓരോ TVയും നിർമ്മിക്കുന്നതിന് അവരെടുത്ത സമയവും ജപ്പാൻകാരെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലായിരുന്നു. നമ്മുടെ സായാഹ്നങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെ നമുക്കും ഈ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ്. ഇതിനായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: നമ്പർ 1, റിമൂവ് ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ്. നമ്പർ 2, റിമൂവ് മൊബൈൽ ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും ചുറ്റിലും നിന്നും മാറ്റുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത്, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് അമിതമായി മധുരമുള്ളതും എണ്ണയുള്ളതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും അതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല എന്നുറപ്പുവരുത്തുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളെ പരമാവധി ഒഴിവാക്കുക. നമ്പർ 4, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ഏതെങ്കിലും ഒരു കാര്യത്തിനായി കഠിനാധ്വാനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മളൊരു കാര്യം എങ്ങനെ ചെയ്യുന്നു, എപ്പോൾ ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ നമ്മുടെ ചുറ്റുപാടിന് വലിയ പങ്കാണുള്ളത്. നമ്മുടെ ചുറ്റുപാട് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ചുറ്റുപാടിനെയും ചുറ്റിലുമുള്ള ആളുകളെയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാനായി സഹായിക്കുന്ന, ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിവുള്ളതൊക്കെ നോക്കി തിരഞ്ഞെടുക്കുക. നമ്മുടെ അതേ സ്വപ്നങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുക. അത് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന കാര്യക്ഷമത പുറത്തെടുക്കുന്നതിന് സഹായിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയത്തിലേക്ക് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വൈകുന്നേരങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാവുന്നതാണ്. നമ്പർ 5, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വളരെയധികം കോംപ്ലക്സ് ആയ ഒരു വസ്തുവാണ്. ഏത് കാര്യമാണെങ്കിലും വാസ്തവത്തിലുള്ളതല്ല നമ്മുടെ മനസ്സ് മനസ്സിലാക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തോ കാര്യം മാത്രമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അതായത് നമ്മുടെ ചിന്താഗതിക്ക് ഒരു കാര്യത്തെ കൂടുതൽ ലളിതവും അതുപോലെ തന്നെ കഠിനവുമാക്കി കാണിക്കുവാൻ സാധിക്കും. ഏതെങ്കിലും കാര്യത്തെ ചൊല്ലുള്ള നമ്മുടെ ചിന്താഗതി വളരെയധികം പോസിറ്റീവാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഫലവും അത്തരത്തിലുള്ളതായിരിക്കും. ഈ ഒരു കാര്യത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കാരണം പോസിറ്റീവ് കാര്യങ്ങളുമായി യോജിപ്പിക്കുന്ന പ്രവൃത്തികൾ ശീലങ്ങളായി മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ടതായ കാര്യം കൂടുതൽ ആസ്വാദകരമാണ് എന്ന രീതിയിൽ ചിന്തിക്കുക. അത് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്ര തന്നെ കഠിനമാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നല്ല സ്വഭാവങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഇനി പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സായാഹ്നത്തെ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുന്നതാണ്.